ഹലോ ഡിയർ ലേണേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. എക്സാം ആവാറായി അല്ലേ? മെയ് 25-നല്ലേ എക്സാം സ്റ്റാർട്ട് ചെയ്യണേ. കുറേ ദിവസമായി വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകൾ കാരണം. പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോസ് ഇടാൻ നോക്കാം കേട്ടോ. കഴിയുന്നത്ര വേഗം തന്നെ എല്ലാ പേപ്പേഴ്സിൻ്റെയും, അതായത് 5th സെമ്മിലുള്ള എല്ലാ പേപ്പേഴ്സിൻ്റെയും വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യൂണിറ്റ് 2, അതായത് ബോയ്സ് ആൻഡ് ഗേൾസ്, ആലീസ് മൺറോയുടെ ബോയ്സ് ആൻഡ് ഗേൾസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് ഞാൻ ഇടാൻ പോണേ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളുടെ മെറ്റീരിയലിൽ ഉള്ള പോലെ തന്നെ ആ ഒരു അത് നോക്കിയിട്ട് തന്നെയാണ് പറയണേ. അതിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോണത് ആലീസ് മൺറോയുടെ ബോയ്സ് ആൻഡ് ഗേൾസ്. ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്, അതായത് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് ജെൻഡർ റോൾസാണ്. ഈ ബ്ലോക്കിൽ മുഴുവനും ജെൻഡർ റോൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇതിലും ആ ജെൻഡർ റോൾസും അതുപോലെ തന്നെ ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റോറിയിലും ഡിസ്കസ് ചെയ്യണം. ഇതിൽ ഒരു അൺനെയിംഡ് ഗേൾ, പേരെന്താണ്, ആ ഒരു കഥാപാത്രത്തിൻ്റെ നെയിം ഇതിൽ പറയുന്നില്ല. ആ ഒരു പെൺകുട്ടിയുടെ ആംബിഷൻസ്, ഇതൊക്കെ തന്നെ കുറേ അധികം ആഗ്രഹങ്ങൾ ആ പെൺകുട്ടിക്കുണ്ട്. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയുക, സ്റ്റിഫായിട്ട് നിൽക്കുകയാണ്. അവൾക്ക് അതൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നില്ല? അവരുടെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട്, പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ട്രഡീഷണലി സൊസൈറ്റിക്കും ഫാമിലിക്കും ഒക്കെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് കാരണം അവൾക്ക് അവരുടെ ആംബിഷൻസ് ഒന്നും അവർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറിയാണ് ഏത് ബോയ്സ് ആൻഡ് ഗേൾസ്. ആ പെൺകുട്ടി അവളുടെ ആംബിഷൻസ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതും അതിനിടയിൽ അവൾക്ക് നേരിടുന്ന ആ ഒരു ലിമിറ്റേഷൻസ് ഇമ്പോസ് ചെയ്യുക. കാരണം ഈ ഒരു പെൺകുട്ടിയാണ് എന്നതുകൊണ്ട് ഇമ്പോസ് ചെയ്യപ്പെടുന്ന കുറേ ലിമിറ്റേഷൻസും ഒക്കെയാണ് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ആലീസ് മൺറോയുടെ, അവർ ഒരു കനേഡിയൻ റൈറ്ററാണ്. അപ്പോൾ കാനഡയിൽ, അതായത് കനേഡിയൻ ലിറ്ററേച്ചർ കൊളോണിയൽ പീരീഡിൽ തന്നെ ഈ ഒരു എന്താ പറയുക, വിമൻസ് റൈറ്റിംഗ് എമേർജ് ചെയ്തിട്ടുള്ളത് 17th സെഞ്ച്വറിയിലാണ്. സൂസന്ന മോഡി, കാതറിൻ പാർട്രെയിൽ, ഇവരൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വിമൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. മാർഗരറ്റ് ആറ്റ്വുഡ്, അതുപോലെ തന്നെ എമിലി കാർ, ആലീസ് മൺറോ, ഇവരൊക്കെ തന്നെ കനേഡിയൻ ലിറ്ററേച്ചറിനെ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് ഉയർത്താനായിട്ട് ഈ റൈറ്റേഴ്സിനൊക്കെ തന്നെ പറ്റിയിട്ടുണ്ട്. ആൻഡ് കനേഡിയൻ വിമൻസ് റൈറ്റിംഗ് എക്സ്പ്ലോസ് തീംസ് ഓഫ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ വിമൻ റൈറ്റേഴ്സൊക്കെ അവരുടെ എഴുതുന്ന ബുക്കുകളിൽ, അവരുടെ സ്റ്റോറീസിലൊക്കെ എന്താ പറയുക, ഐഡൻറ്റിറ്റി തീമായിട്ട് വരുന്ന എന്താണ്? ഐഡൻറ്റിറ്റി, ഫെമിനിസം, ഇക്കോളജി, അവരുടെ ഡയസ്പോറിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ കിട്ടുന്ന ആ ഐഡൻറ്റിറ്റിയിലുള്ള ആ ഒരു വ്യത്യാസം, ഇതിനെക്കുറിച്ചൊക്കെയാണ്, ആ ഒരു മാറ്റം, ഇതൊക്കെയാണ് ഇവരുടെ ഈ പറഞ്ഞിട്ടുള്ള റൈറ്റേഴ്സിൻ്റെയൊക്കെ സ്റ്റോറീസിലുള്ള തീമായിട്ട് വരുന്നത്. അപ്പോൾ ആലീസ് മൺറോ ഷോർട്ട് സ്റ്റോറീസാണ് കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. ആൻഡ് ഷീ വൺ ദി 2013 നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. അവരുടെ 2013 അവർക്ക് ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഹർ വർക്ക്സ് ഓഫൺ സെറ്റ് ഇൻ ഒണ്ടാരിയോസ് ഹുറോൺ കൗണ്ടി റിഫ്ലക്ട് ഹർ റൂറൽ അപ്ബ്രിങ്ങിങ്. അവരുടെ സ്റ്റോറീസ് കൂടുതലായിട്ടും അതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഒണ്ടാരിയോയിലെ ഹ്യൂറൺ കൗണ്ടി, ഇവിടെ ആണ് അവരുടെ സ്റ്റോറീസൊക്കെ നടക്കുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത് ഇതാണ്. ഇനി സ്റ്റോറിയുടെ സമ്മറി നോക്കുകയാണെങ്കിൽ പാരഗ്രാഫ് വൈസാണ് നിങ്ങൾക്ക് മെറ്റീരിയലിൽ സമ്മറി കൊടുത്തിട്ടുള്ളത്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദ നറേറ്റർ റിക്കൗണ്ടിങ് ദാറ്റ് ഹെർ ഫാദർ ഈസ് എ ഫോക്സ് ഫാമർ. He raises silver foxes in pens
kills them with the fur is ready and sells the pelts to companies like the Hudson's Bay Company or the Montreal Fur Traders. അപ്പോൾ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നറേറ്റർ, അതായത് ആ അൺനെയിംഡ് ഗേൾ, അവരുടെ കഥ പറയാണ്. അവരുടെ ഫാദർ ഒരു ഫോക്സ് ഫാമറാണ്. ധാരാളം ഫോക്സസിനെ അവർ വളർത്തുന്നുണ്ട്. ആ ഫോക്സസിൻ്റെയൊക്കെ ഫർ, അതിൻ്റെ ആ രോമം റെഡിയായി കഴിഞ്ഞാൽ അവർ അതിനെ വിൽക്കുന്നത് മോൺട്രിയൽ കമ്പനി അല്ലെങ്കിൽ ഹഡ്സൺസ് ബേ കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികൾക്കാണ് ഈ ഒരു ഫർ അവർ വിൽക്കുന്നത്. ആ ഫർ ട്രേഡേഴ്സിന് വിച്ച് പ്രൊവൈഡ് കോംപ്ലിമെൻ്ററി കലണ്ടേഴ്സ് ഫീച്ചറിങ് പാട്രിയോട്ടിക് ഇമേജസ്. അപ്പോൾ ആ എന്താ പറയുക, ഈ ഫർ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കോംപ്ലിമെൻ്ററി കലണ്ടേഴ്സ് അവർ കൊടുക്കാറുണ്ട്. അതിൽ പാട്രിയോട്ടിസം കാണിക്കുന്ന ഇമേജസൊക്കെ ആ കലണ്ടറുകളിൽ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇൻ ദ വീക്ക് ബിഫോർ ക്രിസ്മസ് ഫാദർ സ്കിൻസ് ദ ഫോക്സസ് ഇൻ ദി സെല്ലർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെൻറി ബെയ്ലി, എ ഹയർഡ് മാൻ. ക്രിസ്മസിന് ഒരാഴ്ച മുൻപ് ഇവരുടെ അച്ഛൻ, ഈ നറേറ്ററുടെ അച്ഛൻ, ഈ ഫറൊക്കെ ഫോക്സസിൻ്റെയൊക്കെ ഫർ എടുക്കുകയാണ്. എന്നിട്ട് അത് ഹെൻറി ബെയ്ലി എന്ന് പറയുന്ന ഇവരുടെ ഒരു സെർവൻറ്റിൻ്റെ സഹായത്തോടെയാണ് ഇത് എടുക്കുന്നത്. ആൻഡ് നറേറ്റർ ആൻഡ് ഹെർ ബ്രദർ ലയർഡ് ഓഫൺ വാച്ച് ദ പ്രോസസ് വൈൽ ഹെൻറി ടീസസ് ദം പ്ലേഫുള്ളി. നറേറ്ററും ഈ പെൺകുട്ടിയും അവളുടെ ബ്രദറും ഇവരിങ്ങനെ ചെയ്യുന്നത്, ഈ ഫർ എടുക്കുന്നത് നോക്കി നിൽക്കും. പക്ഷെ ഹെൻറി ഇവരുടെ ഹയർ ചെയ്തിട്ടുള്ള ആളുണ്ടല്ലോ, സെർവൻറ്റ്, അയാൾ ഇവരെ എപ്പോഴും കളിയാക്കാറുണ്ട്. ഓൾദോ ദ മദർ ഡിസപ്രൂവ്സ് ഓഫ് ദി ഓപ്പറേഷൻ ഇൻസൈഡ് ദ ഹൗസ് ഡ്യൂ ടു പെർവേസീവ് സ്മെൽ, ദ നറേറ്റർ ഫൈൻഡ്സ് ഇറ്റ് കംഫർട്ടിങ്, ഡിസ്ക്രൈബിങ് ഇറ്റ് ആസ് റീഅഷ്യൂറിംഗ്ലി സീസണൽ. അപ്പോൾ ഈ ഒരു സ്മെൽ, ഫർ എടുക്കുന്ന സമയത്തുള്ള ഒരു സ്മെൽ ഇഷ്ടമല്ലാത്തത് കാരണം ഇവരുടെ അമ്മ എപ്പോഴും ആ ഭാഗത്തേക്ക് വരാറില്ല. പക്ഷേ ഈ നറേറ്ററിന്, ഈ പെൺകുട്ടിക്ക് അത് ഒരു കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നുന്നത്. ആ സ്മെൽ അവൾക്ക് ഇഷ്ടമാണ്. കാരണം ആ ഒരു സീസണലായിട്ട്, ആ ഒരു സീസണിൽ മാത്രം ആണ് ആ മണം ഇവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് പോലെയൊക്കെ ആ കുട്ടിക്കത് ഇഷ്ടമായിരുന്നു. ഹെൻറി, ഡെസ്പൈറ്റ് ഹിസ് റെസ്പിറേറ്ററി ഇഷ്യൂസ്, ഫ്രീക്വൻ്റ്ലി എൻ്റർടൈൻസ് ദ ചിൽഡ്രൻ. അപ്പോൾ ഈ ഹെൻറിക്ക് ഒരുപാട് റെസ്പിറേറ്ററി ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളെ എപ്പോഴും എൻ്റർടൈൻ ചെയ്യിക്കാനും അയാൾ ശ്രമിക്കുമായിരുന്നു. ആൻഡ് ദ ചിൽഡ്രൻ ആർ കംഫർട്ടബിൾ ഇൻ ദി സെല്ലർ ആൻഡ് ഔട്ട്ഡോർസ് ബട്ട് ഫിയർ their room at night. The narrator imagines escaped prisoners hiding in the clutter and they feel safe only with the light on. അപ്പോൾ ഇവർ ഫർ എടുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇതിനകത്താണെങ്കിലും, ആ ഫോക്സസിനെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നതിൻ്റെ അകത്താണെങ്കിലും അതുപോലെ പുറത്താണെങ്കിലും അവർ ആ ഫർ എടുക്കുന്നത് കാണാൻ ഇവർക്ക് താല്പര്യമാണ്. പക്ഷെ രാത്രി സമയത്ത് റൂമിനകത്ത് ഇരിക്കാനാണ് അവർക്ക് പേടിയുണ്ടായിരുന്നത്. അപ്പോൾ അതേസമയം ആ സമയത്ത് നറേറ്റർ ഇമാജിൻ ചെയ്യുന്നുണ്ട്, പ്രിസണേഴ്സൊക്കെ എസ്കേപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഇങ്ങനെ ഈ ഫോക്സസൊക്കെ ക്ലട്ടേർഡായിട്ട് ഇരിക്കുകയാണല്ലോ, അപ്പോൾ അവിടെ സേഫായിരിക്കും അവർക്ക് ഒളിക്കാൻ എന്നുള്ളത് ഇവളിങ്ങനെ വിചാരിക്കുകയാണ്. വൺസ് ലയർഡ് ഫോൾസ് asleep, the narrator weaves stories about herself as a brave, self-sacrificing heroine performing heroic deeds like shooting and riding. അപ്പോൾ ഒരു ദിവസം ഈ നറേറ്റർ സ്വപ്നം കാണുകയാണ്, ഈ പെൺകുട്ടി സ്വപ്നം കാണുകയാണ്, അവൾ ഒരു ബ്രേവായിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഹീറോയിനായിട്ട് അവൾ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. ഒരുപാട് ധീര സാഹസിക പ്രവർത്തികളൊക്കെ ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും കുതിരപ്പുറത്ത് പോകുന്നതും ഒക്കെ ആയിട്ട് അവളിങ്ങനെ സ്വപ്നം കാണുകയാണ്. And then in summer the narrator fills the foxes watering dishes twice daily. സമ്മർ സീസൺ ആകുമ്പോൾ ഈ നറേറ്റർ, ഈ പെൺകുട്ടി ഫോക്സസിന് അതിന് വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കും, പിന്നെ ഡിഷസൊക്കെ കഴുകും. ആൻഡ് ലാഡ് അസിസ്റ്റ് വിത്ത് എ സ്മോളർ ക്യാൻ, ഓഫൺ സ്പില്ലിംഗ് വാട്ടർ വൈൽ ഷീ യൂസസ് ഹർ ഫാദേഴ്സ് റിയൽ ക്യാൻ, ദോ ഓൺലി 3/4 ഫുൾ. അപ്പോൾ ഇവരുടെ ഒപ്പം ഈ ലാഡും
ഇവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും. ദ സർവൈവിങ് ഫോക്സസ് ആർ നെയിംഡ് ബൈ ദ ഫാദർ, നറേറ്റർ ഓർ ലാഡ്, ദോ ദി റിമൈൻ ഹോസ്റ്റൈൽ ആൻഡ് ഒക്കേഷണലി ബൈറ്റ്. അപ്പോൾ ഈ സർവൈവിങ് ഫോക്സസ്, അവിടെയുള്ള ഫോക്സസിനൊക്കെ എന്താ നെയിംഡ് ബൈ ദ ഫാദർ, അച്ഛൻ അതിന് ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവളായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ ബ്രദർ ആയിരിക്കും ഇടുന്നത്. നറേറ്റർ ടേക്സ് പ്രൈഡ് ഇൻ ഹെൽപ്പിംഗ് ഹർ ഫാദർ വിത്ത് വീഡിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ പെയിൻസ്. അപ്പോൾ ഈ പെൺകുട്ടി അവളുടെ അച്ഛനെ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ കൂട് വൃത്തിയാക്കാനും അതിന് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അച്ഛനെ ഇവളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നു. And while her father is reserved and speaks only about work, her mother shares stories and anecdotes. അപ്പോൾ അച്ഛൻ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാൾ, അധികം അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല, വല്ലപ്പോഴും മാത്രമാണ് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്നതും ജോലി കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അയാളങ്ങനെ സംസാരിക്കുള്ളൂ. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മ ധാരാളം കഥകളും അങ്ങനെ കാര്യങ്ങളൊക്കെ, ഇവൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ധാരാളം അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഷൈ അറൗണ്ട് ഹർ ഫാദർ, ദ നറേറ്റർ നെവർ ആസ്ക് ഹിം ക്വസ്റ്റ്യൻസ്. അപ്പോൾ അച്ഛൻ അങ്ങനെ സംസാരിക്കാത്തത് കൊണ്ട് തന്നെ അച്ഛനോടൊപ്പം നടക്കുക എന്ന് പറയുന്നത് അവൾക്ക് ഒരു ഷൈ ആണ്. വല്ലാത്തൊരു അത്ര കംഫർട്ടബിൾ അല്ല അച്ഛനോട് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനൊക്കെ. വൺ ഡേ ഹി ഇൻട്രൊഡ്യൂസസ് ഹർ to a feed salesman as my new hired hand, making her blush with pride. അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഇവളെ പുതിയതായിട്ട് അവിടെ വന്ന ആൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മൈ ന്യൂ ഹയർഡ് ഹാൻഡ്, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ആ ഒരു സെയിൽസ്മാന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഇവൾക്ക് വല്ലാത്ത ഒരു അഭിമാനവും അങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, സന്തോഷം കൊണ്ട് ഒക്കെ ഇങ്ങനെ ബ്ലഷ്ഡ് ആയി, അങ്ങനെ മുഖമൊക്കെ ചുവന്നു അവളുടെ. Though the salesman remarks that he thought she was only a girl. അപ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇവൾ വെറുതെ ഒരു കുട്ടി മാത്രമായിരിക്കും എന്ന് വിചാരിച്ചു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയോ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത അഭിമാനം തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നറേറ്റർ ക്ലോസ്ലി ഒബ്സർവ്സ് ദ പെൻ ആൻഡ് വർക്ക്സ് ഡിലിജൻ്റ്ലി ഓൺ ഇറ്റ്. അപ്പോൾ അവൾക്ക് ആ പെൻ എന്ന് പറയുന്നത് ആ ഫോക്സസിൻ്റെ കൂട്, അതിൽ അവിടെ ഒബ്സർവ് ചെയ്യുക, അതിൽ വർക്ക് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, ഇതിനൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് വൺ ഡേ ഷീ നോട്ടീസസ് ഹർ പേരൻസ് ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബാൺ. ഷീ ഫൈൻഡ്സ് ഇറ്റ് അൺയൂഷ്വൽ ടു സീ ഹർ മദർ ദർ, ആസ് ഹർ മദർ റെയർലി ലീവ്സ് ദ ഹൗസ് അൺലെസ് ഇറ്റ്സ് ഫോർ വർക്ക്. അപ്പോൾ ഒരു ദിവസം ഈ ഇവരുടെ പേരൻസ്, അച്ഛനും അമ്മയും ബാണിനടുത്ത്, ബാൺ എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം, അവിടെ വന്ന് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മ വല്ലപ്പോഴും മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാറ്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെയും വല്ല ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ജോലികൾ ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും അമ്മ പുറത്തേക്ക് വരിക. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇവൾക്ക് വല്ലാത്തൊരു അതിശയം തോന്നുകയാണ്, ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുകയാണ്. And her mother is preoccupied with making jams, jellies and pickles and managing the kitchen. കാരണം അമ്മ എപ്പോഴും ജോലിയിലായിരിക്കും, എന്തെങ്കിലും ജാം ഉണ്ടാക്കുക, പിക്കിൾസ് ഉണ്ടാക്കുക, ജെല്ലീസ് ഉണ്ടാക്കുക, അങ്ങനെ കിച്ചണിലെ കാര്യങ്ങൾ നോക്കുക മാത്രമായിരുന്നു അമ്മയുടെ വലിയ ജോലി. അപ്പോൾ അതുപോലെ തന്നെ വല്ലപ്പോഴും മാത്രമാണ് ഇവൾ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കിച്ചണിലൊക്കെ പോവുക. And she escaped as soon as her chores are done, preferring to work outside. കാരണം ഇവൾക്ക് അത്രയും ഒരുപാട് സമയം കിച്ചണിൽ നിൽക്കാനും അവിടുത്തെ ജോലികൾ ചെയ്യാനും അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അമ്മ ജോലി പറഞ്ഞാൽ തന്നെ വേഗം അത് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനാണ് ഇവൾ കൂടുതൽ ശ്രമിക്കുക. കാരണം പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു. And that day she overhears her mother telling her father that he will have real help when Layards grow older. The narrator doesn't hear her father's reply, but is pleased he listens politely, seemingly eager to return to work. She secretly hopes her father also find her mother's presence unnecessary. അപ്പം അമ്മ പറയാണ്, ലയാർഡ് വലുതായി കൊണ്ടുവരികയാണ്. ആൻഡ് ദ നറേറ്റർ ഡസൻ ഹിയർ ഹർ ഫാദേഴ്സ് റിപ്ലൈ. അപ്പോൾ എന്താണ് വലുതായി വരികയാണ്, അപ്പോൾ ഇനി പ്രായമായി വരികയാണ്, അപ്പോൾ നിങ്ങളെ ഇനി ജോലികളിലൊക്കെ ആര് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്തായിരിക്കും പറയുക?
ഇവളെ ഹെൽപ്പിനുണ്ടല്ലോ എന്നായിരിക്കുമോ പറയാൻ പോകുന്നത് എന്ന് ഇവൾ ശ്രദ്ധിച്ചു. പക്ഷെ അച്ഛൻ എന്ത് മറുപടിയാണ് പറയണമെന്ന് ഇവൾക്ക് കേൾക്കാനായിട്ട് പറ്റിയില്ല. A narrator ponders her mother's remark about Layard helping their father, dismissing her brother as lazy and unhelpful. She then hears her mother suggest that Layard's involvement will free her up by household tasks. Her mother laments that the narrator runs off when her back is turned, adding regretfully that it doesn't feel like there's a girl in the family. അപ്പോൾ അമ്മ എന്തായിരിക്കാം പറയാൻ പോകുന്നത്? എന്താ ബ്രദർ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, കാരണം ബ്രദർ വല്ലാണ്ട് ലേസിയാണ്, ഒരു സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കില്ല, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനേക്കാൾ ബ്രദർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി നമ്മുടെ ഈ പെൺകുട്ടിയാണ് ചെയ്യുക. ആൻഡ് അടുത്തത്, sitting unnoticed in a corner of the barn, the narrator feels her mother is hostile towards her despite her love for her. She believes her mother plots to confine her to the house out of spite or to assert dominance, rejecting the possibility that her mother might be lonely or envious. അപ്പോൾ ആ ബാണിൻ്റെ കോർണറിൽ അവൾ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, എന്തായിരിക്കും അമ്മ ഉദ്ദേശിക്കുന്നത്? അമ്മ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇവളെ ഇതെന്നൊക്കെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുകയാണോ? ഞാനിങ്ങനെ ഈ ജോലിയൊക്കെ ചെയ്യുന്നതിൽ അമ്മയ്ക്ക് എന്നോട് അസൂയുണ്ടോ എന്നൊക്കെ ഇവള് വിചാരിക്കുകയാണ്. കാരണം അമ്മ എല്ലാ സമയം അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യണം, ഇവളാണെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ ജോലികളല്ല ചെയ്യേണ്ടത്. പെൺകുട്ടികൾക്ക് ഇങ്ങനെ വീടിനകത്ത് കിച്ചണിലൊക്കെ ഉള്ള ജോലികളാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. Confident her father won't take her mother's opinion seriously, the narrator asserts that Layard is capable of working as effectively as she does and claims her mother doesn't understand the reality of their lives. അപ്പോൾ ഇവൾ കോൺഫിഡൻ്റ് ആയിരുന്നു, കാരണം അമ്മ പറയുന്നത് പോലൊന്നും അച്ഛൻ ഒരിക്കലും ചെയ്യില്ല, അല്ലെങ്കിൽ അമ്മ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളല്ല അച്ഛൻ എന്നവൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. A narrator describes life on the farm. The foxes are fed horse meat sourced from farmers with horses too old or injured to work. പിന്നെ അവരുടെ ഫാമിലുള്ള ഒരു ലൈഫിനെ കുറിച്ച് കൂടെ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അവരുടെ ഫോക്സസിനൊക്കെ ഹോഴ്സ് മീറ്റാണ് കൊടുക്കുക. അത് ഈ ഹോഴ്സസിനെ വളർത്തുന്ന ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഈ മീറ്റൊക്കെ വാങ്ങിക്കുക. എന്ന് വെച്ചാൽ പ്രായമായിട്ടുള്ള കുതിരകളെ അല്ലെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും മുറിവൊക്കെ ആയിട്ടുള്ള കുതിരകളെയൊക്കെ അവർ ഇങ്ങനെ അറവശാലയ്ക്ക് കൊടുക്കും. അപ്പോൾ അല്ലെങ്കിൽ അതിനെ മീറ്റ് അവർ തന്നെ അതിനെ മീറ്റിന് വേണ്ടിയിട്ട് അതിനെ കൊല്ലും. അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ആവശ്യക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. Her father and Henry would pay the farmer, shoot the horse and bring the meat home. അപ്പോൾ ഫാദറും ഹെൻറിയും ഫാമേഴ്സിന് പൈസ കൊടുക്കും, ഹോഴ്സിനെ ഷൂട്ട് ചെയ്യും, എന്നിട്ട് മീറ്റ് വീട്ടിലേക്ക് കൊണ്ടുവരും. ആൻഡ് ഇഫ് there were already ample meat, they would keep the horse alive until needed. അപ്പോൾ ഒരുപാട് മീറ്റൊക്കെ ഉണ്ട്, ആവശ്യത്തിന് അവിടെ ഉണ്ടെങ്കിൽ ആ കുതിരകളെ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അതിനെ ആവശ്യം എപ്പോഴാണോ അപ്പോൾ വരെ അതിന് അവിടെ നിർത്തും. ആവശ്യം വരുമ്പോൾ അതിനെ കൊല്ലും, മീറ്റ് ഈ ഫോക്സസിന് കൊടുക്കും. ആൻഡ് ആഫ്റ്റർ ദ വാർ ട്രാക്ടേഴ്സ് റീപ്ലേസ്ഡ് ഹോഴ്സസ്. അപ്പോൾ ഈ യുദ്ധം ഒക്കെ കഴിഞ്ഞപ്പോൾ, വേൾഡ് വാറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുതിരകൾക്ക് പകരം ട്രാക്ടേഴ്സൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള ഹോഴ്സസിനെയൊക്കെ സംടൈംസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ഡ്യൂറിങ് ദ വിൻ്റർ. അപ്പോൾ വിൻ്റർ സീസണിൽ ഹോഴ്സസിനെയൊക്കെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ നറേറ്റർ, ഈ പെൺകുട്ടിക്ക് ഒരു 11 വയസ്സായപ്പോൾ 2 കുതിരകൾ, മാക് ആൻഡ് ഫ്ലോറ, ഇതിനെ അവിടേക്ക് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. മാക് ഈസ് എ വർക്ക് ഹോഴ്സ് വൈൽ ഫ്ലോറ ഈസ് എ സ്പിരിറ്റഡ് മെയർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് കാർട്സ്. അപ്പം മാക് എന്ന് പറയുന്നത് വർക്ക് ഹോഴ്സാണ്, എന്ന് വെച്ചാൽ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകാനും കടത്താനും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഫ്ലോറ എന്ന് പറയുന്നത് പെൺകുതിരയാണ്, കാർട്ടൊക്കെ വലിക്കാനായിട്ട് യൂസ് ചെയ്യും. മാക്ക് എന്ന് പറയുന്നത് ജെൻറ്റിലാണ്, നല്ല എന്താ പറയുക, സോഫ്റ്റായിട്ടുള്ളതാണ്, മരിക്കാനൊക്കെ
എളുപ്പമാണ്. പക്ഷെ ഫ്ലോറ എന്ന് പറയുന്നത് വൈൽഡാണ്. ഹർ സ്പീഡ് ആൻഡ് അൺടൈം നേച്ചർ ആർ അഡ്മയർ. നല്ല സ്പീഡാണ്, അതുപോലെ തന്നെ അതിനെ പെട്ടെന്ന് ടൈം ചെയ്യാൻ, ഇണക്കാൻ, മെരുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ബട്ട് ഷീ ഈസ് ഡേഞ്ചറസ് ആൻഡ് ട്രോൺ ടു കിക്കി. എപ്പോഴും ഇങ്ങനെ അടുത്ത ആരെങ്കിലും പോയി കഴിഞ്ഞാൽ കിക്ക് ചെയ്യും. അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കുതിരയാണ്. And that winter, narrator notices much discussion around the issue her mother raised. She feels unsafe and begins to understand that the word girl carries expectations. അപ്പോൾ ഒരു വിൻ്റർ സീസണിൽ അമ്മ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. A girl was something she was expected to become. One day during a fight with Layard, she uses all her strength against him, but Henry suggests Layard will eventually be stronger. Yet like Layard, she knows she is growing stronger too, though no one acknowledges it. അപ്പോൾ ഇങ്ങനെ പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടി വളർന്നു വരുന്നത് അറിയുന്നുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയാണോ പെൺകുട്ടികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെൺകുട്ടികൾ ചെയ്യാറില്ല. അപ്പോൾ കുതിരകളൊക്കെ വന്നപ്പോൾ ഇവൾ ഏത് സമയവും അവരുടെ ആ കുതിരകളുടെ അടുത്താണ്. അപ്പോൾ ആ കുതിരപ്പുറത്ത് പോകുന്നതും അങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ ആഗ്രഹം. അപ്പോൾ ഇവൾ അങ്ങനെ ചെയ്യണമെന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വെൻ ദ ഗ്രാൻഡ് മദർ വിസിറ്റ് ഷീ ട്രൈസ് ടു കറക്റ്റ് ദ നറേറ്റർ. അപ്പോൾ ഗ്രാൻഡ് മദർ ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഗ്രാൻഡ് മദറിനോടും ഇവളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഗ്രാൻഡ് മദർ ഇവളെ കുറേ ഇങ്ങനെ ഉപദേശിക്കുകയും ഇങ്ങനെയല്ല പെൺകുട്ടികൾ വളരുക, ഇതൊക്കെ ശരിയാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ബിഹേവിയർ, നിൻ്റെ പെരുമാറ്റം ശരിയല്ല, ഗേൾസ് ഡോണ്ട് സ്ലാം ഡോർസ്, ഇങ്ങനെ വലിച്ച് അടയ്ക്കാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പിന്നെ കാല് ഇങ്ങനെ മേലെ കയറ്റി വെച്ചിരിക്കാൻ പാടില്ല, അങ്ങനെ അതല്ല നമ്മളിപ്പോൾ പറയില്ലേ അടക്കവും ഒതുക്കുമായിട്ടൊക്കെ നടക്കണം എന്നുള്ള രീതിയിലൊക്കെ ഗ്രാൻഡ് മദർ ഇവളെ പറയാണ്. ദാറ്റ് ഈസ് നോട്ട് എ ഗേൾസ് ബിസിനസ്. ദ നറേറ്റർ റിബൽസ് ബിലീവിങ് ഇറ്റ് വിൽ പ്രൊട്ടക്റ്റ് ഹർ. അപ്പോൾ ആ ഗ്രാൻഡ് മദർ പറഞ്ഞതിനോടൊന്നും ഇവള് അതുപോലെ അങ്ങോട്ട് അനുസരിച്ചില്ല, അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഗ്രാൻഡ് മദറിന് അത് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോൾ ഇവളെ ഒരു റിബൽ ആയിട്ടാണ് അവരൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ സ്പ്രിംഗ് സീസൺ ആയപ്പോൾ ഇവരുടെ ഫാമിലി ഈ മാക് എന്ന ഹോഴ്സ് ഉണ്ടല്ലോ അതിനെ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഹെൻറി ഗിവ്സ് ലയർഡ് ഓട്സ് ടു ഫീഡ് മാക് ഹൂസ് ഡാമേജ് ടീത്ത് മേക്ക് ദ ഈറ്റ് സ്ലോലി. അപ്പോൾ അങ്ങനെ ലയർഡ് ഈ കുതിരയ്ക്ക് ഓട്സ് മീലാണ് അതിന് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു. പക്ഷെ അതിൻ്റെ ടീത്തൊക്കെ പല്ലൊക്കെ വല്ലാതെ ഡാമേജ്ഡ് ആയ കാരണം അതിന് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹെൻറി പറഞ്ഞു ഈ പല്ലില്ലാത്ത കുതിര യൂസ്ലെസ് ആണ്. ആൻഡ് വെൻ ദ നറേറ്റർ ആസ്ക്ഡ് ഇഫ് മാക് വിൽ ബി ഷോട്ട് ദാറ്റ് ഡേ, ഹെൻറി റിമെയിൻ സൈലൻറ്റ്. അപ്പോൾ ഇവൾ വന്നിട്ട് ചോദിച്ചു മാക്കിനെ ഷൂട്ട് ചെയ്യാൻ പോവാണോ. അപ്പോൾ ഹെൻറി ഒന്നും പറഞ്ഞില്ല, സൈലൻ്റ് ആയിരുന്നു. ആൻഡ് ഷി ഹാസ് നെവർ സീൻ എ ഹോഴ്സ് ഷോട്ട് ബട്ട് നോസ് ഇറ്റ് ഹാപ്പൻസ് നിയർ ദ ബാൺ വേർ ഷി വൺസ് സോ എ ഹോഴ്സ് റിമെയിൻസ്. അപ്പോൾ അവൾക്കറിയാം ഈ ബാണിനടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഇവർ ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ അറിയാം. ഇത് അവൾ അതുവരെ ആ ഒരു സീൻ കണ്ടിട്ടില്ല. ഷി ഡസൻ വാണ്ട് ടു വിറ്റ്നസ് ഇറ്റ് ബട്ട് റീസൺസ് ദാറ്റ് സീയിങ് ഈസ് ബെറ്റർ ദാൻ നോട്ട് നോയിങ്. അപ്പോൾ അവൾക്കത് കാണാനും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അവിടേക്ക് ഒരു ഗണ്ണുമായിട്ട് വരുന്നു. കുട്ടികളോട്, ഇവളോടും ബ്രദറിനോടും അവിടെ നിന്ന് പോകാൻ പറയുന്നു. ലയർഡിനെ instead the narrator takes Layard into the barn where they hide and watch through cracks as their father shoots Mac. പക്ഷെ ഇവളും ബ്രദറും പോവാതെ ആ ബാണിൻ്റെ അവിടെ സൈഡിലായിട്ട് ഒളിച്ചിരിക്കും. അവിടെ ഇങ്ങനെ വിള്ളലുണ്ട്. അപ്പോൾ അതിലൂടെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണതെന്ന് കാണാനായിട്ട് ഒളിച്ചിരിക്കും. അങ്ങനെ അവർ പോണു, ഈ മാക്കിനെ ഷൂട്ട് ചെയ്യണു. അപ്പോൾ അതിങ്ങനെ പടഞ്ഞ് ചാവുകയാണ്. ദ നറേറ്റർ ടെൽസ് ലയർഡ് ദേ വിൽ സ്കിൻ ഹിം ആൻഡ് കട്ട് ഹിം ഇൻ ടു പീസസ്. അപ്പോൾ സ്കിന്നൊക്കെ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്യാൻ പറയാണ്. Though shaken by this slight, she pretends she has been a horse shot before. She then suggests they check for kittens in the hay. അപ്പോൾ ഇവളിങ്ങനെ വിചാരിക്കുകയാണ്
ഞാനൊരു കുതിരയാണ്, എന്നെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരുന്നെങ്കിലോ എന്നിവൾ ഇങ്ങനെ വിചാരിക്കുകയാണ്. And this triggers a memory of a childhood incident when she urged Laird to climb. അപ്പോൾ ഈ ഒരു സംഭവം കാണുന്നു. അപ്പോൾ ഇവളിങ്ങനെ വിചാരിക്കുകയാണ്, ഞാനാണ് ഈ ഒരു കുതിരയുടെ സ്ഥാനത്തെങ്കിലോ എന്ന് ഇവളിങ്ങനെ വിചാരിച്ചതിന് ശേഷം അവളുടെ മനസ്സിൽ ഒരു അവളുടെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഓർമ്മ വരികയാണ്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഫ്ലോറയും ഇവരെന്ത് ചെയ്യും, കൊല്ലും. രണ്ടിനെയും കൊല്ലാനായിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കണത്. അപ്പോൾ ഫ്ലോറയും കൊല്ലും എന്നിവർ ഇവൾക്കറിയാം. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനും ഹെൻറിയും കൂടെ ഫ്ലോറയെ കൊണ്ടുപോയി. പക്ഷെ ഫ്ലോറ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ മാക്കിനെ പോലെ അത് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതല്ല. അവൾ എന്ത് ചെയ്തു, എസ്കേപ്പ് ചെയ്തു, അടുത്തുള്ള ഫീൽഡിലേക്ക് ഓടിപ്പോയി. And to prevent the horse from escaping through the gate, the father shouts at the narrator to shut it. അപ്പോൾ കുതിര രക്ഷപ്പെടാതിരിക്കാനായിട്ട് അച്ഛൻ ഇവളോട് ഗേറ്റ് അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവൾ ഓടി ആ വലിയ ഗേറ്റിനെ അടച്ചു. And when Flora appears just in time, she manages to put the chain on. Laird also comes to help. അപ്പം അങ്ങനെ അടയ്ക്കാൻ പറഞ്ഞ ഗേറ്റ് അടയ്ക്കാനാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഇവളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗേറ്റ് പരമാവധി അത് ഓപ്പൺ ചെയ്യാണ് ചെയ്തത്. And reflecting later, she says it was not a conscious decision. She simply acted on impulse. Flora escapes and Laird repeatedly tells her to shut the gate. അപ്പം അങ്ങനെ ആ ഗേറ്റിലൂടെ ഫ്ലോറ രക്ഷപ്പെട്ടു. ലായർഡ് ഇങ്ങനെ അവളോട് പറയുന്നുണ്ട് ഗേറ്റ് അടയ്ക്കാൻ. When the father and Henry arrive, they see the horse escaping but do not realize what the narrator has done. അപ്പോൾ അവർ അടുത്ത് വന്ന് നോക്കുമ്പോൾ കുതിര രക്ഷപ്പെട്ടു. പക്ഷെ ഇവളവിടെ എന്താ ചെയ്തതെന്നുള്ളത് അവർക്ക് അത്രയ്ക്ക് മനസ്സിലായില്ല. Without asking questions, they take the truck to chase Flora, taking Laird with them. അങ്ങനെ ഇവർ ഈ കുതിരയെ അന്വേഷിച്ച് ട്രക്ക് കൊടുത്തിട്ട് പോവാണ്, പുറത്തേക്ക് ഇറങ്ങി. And the narrator shuts the gate after they leave. അവർ പോയ ഉടനെ ഇവൾ ആ ഡോറ് ഗേറ്റ് അടച്ചു. She believes Laird will reveal the truth, leading her father to distrust her. She cannot explain why she opened the gate but feels farm is no place for a wild horse like Flora. അപ്പോൾ എന്താണ് അവൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആ കുതിരയെ അവൾ രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ അവളെന്താ വിചാരിക്കുന്നത്, ഈ ഫാം എന്ന് പറയുന്നത് ഫ്ലോറയെ പോലുള്ള ഒരു ഹോഴ്സിനുള്ള പറ്റിയൊരു സ്ഥലമല്ല. പിന്നെ ആ ഒരു അനിമലിനോടുള്ള ഹ്യൂമാനിറ്റി, എമ്പതി, ഇതൊക്കെയാണ് അവളവിടെ പ്രകടിപ്പിച്ചത്. അവൾ അച്ഛനെ ഹെൽപ്പ് ചെയ്യാത്തതിൽ അവൾക്കൊരു ഉള്ളിൽ അച്ഛൻ പറഞ്ഞതനുസരിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ പോലും ആ ഫ്ലോറയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. And the narrator lies to her mother, claiming Flora clicked down the fence and ran away. അപ്പോൾ അമ്മയോട് വന്നിട്ട് ഇവള് കള്ളം പറയും, ഫ്ലോറ ഫെൻസൊക്കെ തട്ടി മാറ്റി ഓടിയതാണ് എന്ന് പറയും. And she has been decorating her side of the room in a way that is expected of girls and marking it separate from Laird's. They no longer sing together at night. അപ്പോൾ പിന്നെ അവൾ എന്ത് ചെയ്യാണ്, ലയാർഡിൻ്റെ റൂമും ഇവളുടെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണു. പിന്നെ ഒരിക്കലും അവർ ഒരുമിച്ച് ഇങ്ങനെ പാടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു തവണ ഇവളിങ്ങനെ ഉറക്കെ പാടിയപ്പോൾ ലയാർഡ് ഇവളെ വല്ലാതെ കളിയാക്കി. ആൻഡ് ഷീ സ്റ്റോപ്പ് സിംഗിങ് ഓൾ ടുഗദർ. ഷീ സ്റ്റിൽ ടെൽസ് ഹെർസെൽഫ് ഇമാജിനറി സ്റ്റോറീസ് അറ്റ് നൈറ്റ്, ബട്ട് ദ ടോൺ ഹാസ് ചേഞ്ച്ഡ്. The adventures now shift to her being rescued by men, focusing on her appearance. By the time she pictures herself as feminine, the excitement of the stories fades. അപ്പോൾ അങ്ങനെ അമ്മ എപ്പോഴും അവൾക്ക് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു, ഇമാജിനറി സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുറച്ചായപ്പോൾ ആ ഒരു എന്താ പറയുക, കുറച്ചും കൂടി മുതിർന്നപ്പോൾ അവൾക്ക് ആ സ്റ്റോറീസ് കേൾക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി. ആൻഡ് ദ ഫാദർ ഹെൻറി ആൻഡ് ലയർഡ് റിട്ടേൺ ആഫ്റ്റർ 1 o'clock with Flora reduced to pieces of meat. അങ്ങനെ ഈ അച്ഛനും
ലയർഡും കൂടെ ഇതിനെ പിടിക്കാൻ പോയതാണല്ലോ. അങ്ങനെ അതിനെ പിടിച്ച് അതിനെ കൊന്ന് പീസാക്കിയിട്ട് അവർ വന്നു. ലയർഡ് ബോസ് ദേ ഷോട്ട് ആൻഡ് കട്ട് ഹെർ ഇൻ ടു 50 പീസസ്. അപ്പോൾ ലയർഡ് ഇങ്ങനെ ബോസ്റ്റ് ചെയ്ത് പറയാണ് ഞങ്ങൾ അതിനെ കൊന്നു വന്നിട്ട് 50 പീസുകളാക്കി എന്നൊക്കെ ഇവിടെ വന്നിട്ട് പറയാണ്. At dinner, Laird reveals that narrator let Flora escape. She does not deny it and begins to cry. When her father asks why she did it, she remains silent. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ലയർഡ് ഇവളുടെ അച്ഛനോട് പറഞ്ഞു ഫ്ലോറയെ പോവാൻ എസ്കേപ്പ് ചെയ്യാൻ ഇവളാണ് രക്ഷിച്ചത്, എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം അച്ഛൻ വന്നിട്ട് ഇവളോട് ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത്. അച്ഛൻ എന്തായാലും ഇവളെ പണിഷ് ചെയ്യും അതിന് എന്നിവൾ വിചാരിക്കുകയാണ്. She is only a girl. The narrator does not protest and silently accept his judgment, though it breaks her heart. അപ്പോൾ ലയർഡ് ഇവളിങ്ങനെ അത് കേട്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ പണിഷ് ചെയ്യാൻ വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ അവളിങ്ങനെ കരയാണ്, കണ്ണിലൂടെ ഇങ്ങനെ വെള്ളം വന്നു. ആൻഡ് ദ ഫാദർ ഡിസ്മിസസ് ഹെർ ആക്ഷൻ സെയിങ് ഷീ ഈസ് ഓൺലി എ ഗേൾ. അപ്പോൾ അച്ഛൻ ഒരു പെണ്ണല്ലേ, പെൺകുട്ടിയല്ലേ, പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറയാനൊന്നും നിൽക്കാതെ സൈലൻ്റ്ലി അക്സെപ്റ്റ് ചെയ്തു. ഞാനൊരു പെൺകുട്ടിയാണ് എന്നുള്ള കാര്യം അവൾ അക്സെപ്റ്റ് ചെയ്യണം. അച്ഛൻ്റെ ജഡ്ജ്മെൻറ്റ്, അച്ഛൻ ജഡ്ജ് ചെയ്തത് പെൺകുട്ടിയല്ലേ, അവൾക്ക് അത്രയ്ക്ക് ഇതുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് പോവാൻ അതിനെ അനുവദിക്കാതെ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനുള്ള ആ ഒരു കഴിവ് ഇവൾക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ ആണ് അച്ഛൻ പറഞ്ഞത്. അപ്പം പറഞ്ഞത് അവൾ സങ്കടത്തോടെയാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അവളുടെ മനസ്സിൽ അതൊരുപാട് വിഷമം ഉണ്ടാക്കി. അപ്പോൾ ഇത്രയാണ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്നുള്ള ഈ ഒരു സ്റ്റോറി. ഇതിൽ തന്നെ അനാലിസിസ് ഉണ്ട് നിങ്ങൾക്ക് നോട്ട്സായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതെങ്ങനെ ക്വസ്റ്റ്യൻസ്, ഫാമിലി ഡൈനമിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണത് ചോദിക്കുക, അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് ഓരോ ഹെഡിങ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും എന്ത് ചെയ്യാം, ഇതൊന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓരോ ഹെഡിങ് വൈസ് ഇത് കൊടുത്തിട്ടുണ്ട്. കമ്മിങ് ഓഫ് ഏജ് ആൻഡ് ലോസ് ഓഫ് ഇന്നസെൻസ്, പിന്നെ റെബല്യൻ, കൺഫർമിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി, പിന്നെ ആന്ത്രോപോസെൻട്രിസം, നേച്ചർ ആൻഡ് വിമൺ, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ സ്റ്റോറിയിൽ ഇതൊക്കെ എങ്ങനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇതും തന്നെ പഠിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും.